ഹലോ എവരി വൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2023 വേൾഡ് ഹിസ്റ്ററിയിൽ PSCക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ആഞ്ചലോ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ SCERT ചാപ്റ്ററായ യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ കുറെ സാഹിത്യകാരന്മാരും അവരുടെ പുസ്തകങ്ങളും കലാസൃഷ്ടിയും ഒക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ നമുക്കത് പെട്ടെന്ന് നോക്കിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൊ നവോത്ഥാനം സാഹിത്യത്തിൽ എന്ന സെക്ഷനിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് പെട്രാക്കിനെയാണ്. പെട്രാക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം. പിന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് ദാന്തെയുടെയാണ് ഡിവൈൻ കോമഡി എന്ന പുസ്തകം. ബൊക്കാച്ചിയോടെയാണ് ഡെക്കാമറൻ കഥകൾ എന്ന പുസ്തകം. സെർവാന്തയുടെയാണ് ഡോൺ കിക്സോട്ട്. ഇറാസ്മസിന്റെയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പൊ ഇത്രയും പുസ്തകങ്ങളും ഇത് എഴുതിയ സാഹിത്യകാരന്മാരുടെ പേരും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കാം. ഇനി കുറച്ച് കാര്യം കൂടെ അറിയാനായിട്ടുണ്ട്. അതൊന്ന് നവോത്ഥാനം കലയിൽ എന്ന സെക്ഷനിൽ നിങ്ങൾ അറിയേണ്ടതാണ്. ലിയനാർഡോ ഡാവിഞ്ചിയുടെയാണ് മൊണാലിസയും അവസാനത്തെ അത്താഴവും എന്ന കലാസൃഷ്ടി. മൈക്കൽ ആഞ്ചലോയുടെയാണ് ഇപ്പൊ ചോദിച്ച ചോദ്യമാണ് അന്ത്യവിധി എന്ന കലാസൃഷ്ടി. റാഫേലിന്റെയാണ് ഏതൻസിലെ വിദ്യാലയം. ലോറൻസോ ഗിബർട്ടിയുടെയാണ് ഫ്ലോറൻസിലെ ബാസ്റ്റിറ്റ്സ് പള്ളിയുടെ വാതിൽ. ഡൊണാറ്റോലോയുടെയാണ് ഗട്ട മെലീത്ത. അപ്പൊ ഇത്രയും കലാസൃഷ്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പേരും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്തത് നവോത്ഥാനം ശാസ്ത്രത്തിൽ എന്ന സെക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട ആളുകളാണ്. അതിൽ ആദ്യത്തെ ആളാണ് കോപ്പർനിക്കസ് ആണ് കേട്ടോ. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞനാണ് സൗരയുദ്ധ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയുദ്ധത്തിന്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കുകയും ചെയ്തത്. പിന്നെ അറിയേണ്ടത് ഗലീലിയോ ഗലീലിയാണ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ ജൊഹാൻസ് ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. പിന്നീട് അറിയേണ്ടതാണ് മതനവീകരണം എന്ന സെക്ഷനിലെ മാർട്ടിൻ ലൂതറിനെ പറ്റിയിട്ട്. അപ്പൊ ഈ ഒരു ബോക്സിൽ കാണുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റുകളായിട്ട് PSCക്ക് ചോദിക്കാവുന്നതാണ്. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ പരിഷ്കരണത്തെ മതനവീകരണം എന്നാണ് അറിയപ്പെടുന്നത്. ജർമ്മനിയിലാണ് ഇത് ആരംഭിച്ചത്. ഇവിടെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ ആണ്. ഈ 3 പോയിന്റുകൾ ഏതൊക്കെയാണ്? 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ പരിഷ്കരണത്തെ മതനവീകരണം എന്നറിയപ്പെടുന്നു. ജർമ്മനിയിലാണ് ഇത് ആരംഭിച്ചത്. ഇവിടെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേരാണെന്ത്? മാർട്ടിൻ ലൂതർ. ഇനി അവസാനമായിട്ട് ഈ ഒരു പാഠത്തിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് വ്യവസായ വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരുടെ പേരും. അല്ല, ഒന്നാമത്തെയാണ് ഫ്ലൈയിങ് ഷട്ടിൽ, ജോൺ കെയ് ആണ്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആവിയന്ത്രം ജെയിംസ് വാട്ട് ആണ്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ ആണ്. ഈ ഒരു 4 ശാസ്ത്രജ്ഞന്മാരും അവരുടെ കണ്ടുപിടുത്തങ്ങളോട് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏതാണ്? ഓപ്ഷൻ ബി, റൂസോ ആണ്. ഈ ഒരു ചോദ്യം 10ാം സ്റ്റാൻഡേർഡിലെ SCERT ചാപ്റ്ററായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതൊരു ബോക്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പൊ വീണ്ടും ഇത് സ്റ്റേറ്റ്മെന്റുകളായിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിഞ്ഞു വെക്കുക. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ഏതു പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്? രണ്ടാമത്തെ ഓപ്ഷനാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ്. ഈ ഒരു ചോദ്യവും ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ള കാര്യമാണ്. ജൂതർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സിയോണിസം. ഇത് കൂടാതെ 2 പോയിന്റ് കൂടെ നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ച തിയേഡർ ഹെർഷൽ എന്ന എഴുത്തുകാരനാണ്. ഈ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ജൂതരാഷ്ട്രം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. ഏതൊക്കെയാണ്? ഒന്ന് സിയോണിസം, രണ്ടാമത്തത് തിയേഡർ ഹെർഷൽ എന്ന എഴുത്തുകാരനാണ് ഇത് ആദ്യമായി അവതരിപ്പിച്ചത്. മൂന്നാമത്തെ കാര്യം, ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ജൂതരാഷ്ട്രം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. നാലാമത്തെ ചോദ്യം: പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ? മുസോളിനിയുടെ വാക്കുകളാണ്. സെയിം ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. നമ്മുടെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ആരുടെ വാക്കുകളാണ്? മുസോളിനിയുടെ വാക്കുകളാണ്.
അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ സൺയാട്സണിന്റെ 3 തത്വങ്ങൾ ബാധകമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. സൺയാട്സൺ നിങ്ങൾക്കറിയാം ചൈനീസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇത് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ അറിയേണ്ടത് SNDP എന്ന കോഡാണ് കേട്ടോ. എസ് എന്ന് പറയുന്നത് സോഷ്യലിസം ആണ്, N നാഷണലിസം, D എന്താണ് ഡെമോക്രസിയാണ്, P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ആണ്, തത്വങ്ങളാണ്. അപ്പൊ SND തത്വങ്ങൾ എന്ന് ഓർത്തു വെക്കാം. സോഷ്യലിസം ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, നാഷണലിസം ദേശീയത ഓപ്ഷനിൽ വരുന്നതാണ്, ഡെമോക്രസി ജനാധിപത്യം വരുന്നതാണ്. അപ്പൊ വരാത്തതാരാണ്? സമഗ്രാധിപത്യം ഓപ്ഷൻ 2 മാത്രമാണ് താഴെ പറയുന്നവയിൽ സൺയാട്സിന്റെ 3 തത്വങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം കേട്ടോ. 2 മാത്രമാണ് ഉൾപ്പെടാത്തത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുള്ള കാര്യമാണ്. സൺയാട്സിന്റെ ആശയങ്ങൾ. ദേശീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്നതാണ്. ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ്. സോഷ്യലിസം മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്നതാണ് സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ 1 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയിസ് 14 തെറ്റായ ഓപ്ഷനാണ്. ലൂയിസ് 16 കേട്ടോ. 1789 ചക്രവർത്തി ലൂയിസ് 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അത് കറക്റ്റ് ഓപ്ഷനാണ്. മൂന്നാമത്തത് പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യമാണ്. ഇതെന്താണ്? തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത് ജെയിംസ് ഓട്ടിസിന്റെ വാക്കുകളാണെന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കുക. 18ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് ഇത് കേട്ടോ. ഇത് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധമില്ല. ഇതെന്താണ്? അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധമുള്ള വാക്കുകളാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ആരുടെ വാക്കുകളാണ്? ജെയിംസ് ഓട്ടിസിന്റെ വാക്കുകളാണ്. നാലാമത്തെ ഓപ്ഷൻ മൊണ്ടസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വ്യക്തികളാണ്. ഇത് തെറ്റായ ഓപ്ഷനാണ്. മൊണ്ടസ്ക്യൂ ഫ്രഞ്ച് വിപ്ലവമാണ്, റൂസോ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്, ജോൺ ലോക്ക് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. നിങ്ങൾ ഈ ഒരു 5 പേരുകൾ ഒന്ന് അറിഞ്ഞിരിക്കണം. വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ ഇവര് 3മാണ് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ. ജോൺ ലോക്കും തോമസ് പെയിനും അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ്. ഏഴാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 2ാം ലോക മഹായുദ്ധവുമായി ബന്ധമില്ലാത്തത് ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ തന്നിട്ടുണ്ട്, കപട യുദ്ധമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം 1939 സെപ്റ്റംബറിൽ ജർമ്മൻ പോളണ്ട് കീഴടക്കിയതിനു ശേഷം സഖ്യകക്ഷികളോ ജർമ്മനിയിലെ ആളുകളോ കരപ്രവർത്തനങ്ങളിലൊന്നും നടത്തിയിട്ടില്ലാത്ത 6 മാസത്തെ പത്രപ്രവർത്തകർ പരിഹാസമായി വിവരിക്കാൻ ഉപയോഗിച്ച ആ ഒരു പദമാണ് കപട യുദ്ധം എന്നുള്ളത്. അപ്പൊ ഇത് 2ാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി സീ ലയൺ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. 2ാം ലോക മഹായുദ്ധ സമയത്ത് നാസി ജർമ്മനി യുണൈറ്റഡ് കിങ്ഡം ആക്രമിക്കാനുള്ള പദ്ധതിയെ വിളിക്കുന്ന പേരാണ് എന്ത്? സീ ലയൺ എന്നുള്ളത് കേട്ടോ. ഓപ്പറേഷൻ സീ ലയൺ. ഇനി മൂന്നാമത്തെയാണ് 6 ദിന യുദ്ധം. അത് അറിഞ്ഞിരിക്കണം. ഇസ്രയേലും അറബ് രാജ്യങ്ങളും, പ്രധാനമായിട്ട് അതിൽ ഉൾപ്പെട്ടത് ഈജിപ്ത്, സിറിയ, ജോർദാൻ എന്ന അറബ് രാജ്യങ്ങളും തമ്മിൽ 1967 ജൂൺ 5 മുതൽ ജൂൺ 10 വരെ ഒരു 6 ദിവസം നടന്ന യുദ്ധത്തെ അറിയപ്പെടുന്നതാണ് 6 ദിന യുദ്ധം. ഇത് 2ാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതാണ് ഓപ്ഷനിലെ കറക്റ്റ് ആയിട്ടുള്ള. ഇനി 4ാമത്തെ ഓപ്ഷനാണ് ഓപ്പറേഷൻ ബാർബറോസ. 1941 ജൂൺ 22 ജർമ്മനി 2ാം ലോക മഹായുദ്ധ സമയത്ത് സോവിയറ്റ് യൂണിയന്റെ അധിനിവേശം ആരംഭിച്ചു. ഓപ്പറേഷൻ ബാർബറോസ എന്നാണ് ഇതിന്റെ രഹസ്യനാമം. ഇതിന്റെ ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ 3 ആണ് 2ാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധമില്ലാത്തത് എന്ന് പറയുന്നത്. 8ാമത്തെ ചോദ്യം ഇതാണ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 1ാം ലോക മഹായുദ്ധത്തിന്റെ കാരണമല്ലാത്തത് ഏതെല്ലാം? ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, ബാൾക്കൻ രാജ്യങ്ങളിലെ പ്രതിസന്ധി. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, 1ാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാരണം തന്നെയാണ്. ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള അനാക്രമണ കരാർ 2ാം ലോക മഹായുദ്ധവുമായിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ജർമ്മനിയുടെ വ്യവസായിക മുന്നേറ്റം അത് എന്താണ്? 1ാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസവും വളർന്നു വന്നു. 2ാം ലോക മഹായുദ്ധത്തിന്റെ കാരണമാണത് അല്ലെ. അപ്പം 2ഉം 4ഉമാണ് എന്ത്? 1ാം ലോക മഹായുദ്ധത്തിന്റെ കാരണമല്ലാത്തത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 9ാമത്തെ ചോദ്യം, അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടന കൺവെൻഷന് നേതൃത്വം നൽകിയത് ആര്? ജെയിംസ് മാഡിസൺ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അദ്ദേഹത്തെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്.
ജെയിംസ് മാഡിസൺ യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ സ്ഥാപക പിതാവും 4ാമത്തെ അമേരിക്കൻ പ്രസിഡന്റുമാണ് കേട്ടോ. സ്ഥാപക പിതാവുമാണ്, അതേപോലെ തന്നെ 4ാമത്തെ അമേരിക്കൻ പ്രസിഡന്റുമാണ്. 10ാമത്തെ ചോദ്യം ഇതാണ്: രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യയാണ് കേട്ടോ. ഇതും ആ ഒരു സെയിം ചാപ്റ്ററിലെ ചോദ്യമാണ്. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രാവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഡി ആണ്, റഷ്യയാണ് ഉത്തരം. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? കുലാക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത് നമ്മുടെ സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് റഷ്യൻ റവല്യൂഷൻ എന്ന NCERT ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. അവിടെ വ്യക്തമായിട്ട് ഈ ഒരു സ്റ്റാലിനിസം പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ പറയുന്നുണ്ട്. In 1928, party members toured the grain producing areas, supervising enforced grain collection and raiding kulaks. The name for well-to-do peasants. അതായത് കുലാക്കുകൾ എന്നാണ് എന്തറിയപ്പെടുന്നത്? സമ്പന്നരായ ഭൂവുടമ വർഗത്തെ അറിയപ്പെടുന്നത് എന്താണ്? കുലാക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം. 12ാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ബ്ലഡി സൺഡേ നമ്മളിപ്പം പറഞ്ഞതാണ്, റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. രക്തരൂഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്ന ഏതാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഡ്യൂമ എന്ന് പറയുന്നത് റഷ്യയിലെ നിയമനിർമ്മാണ സഭയ്ക്ക് വിളിക്കുന്ന പേരാണ് കേട്ടോ, ഡ്യൂമ എന്ന് പറയുന്നത്. ഇനി ബാസ്റ്റ്യൻ ജയിലിന്റെ പതനം ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് കേട്ടോ. ഈ ഒരു ബാസ്റ്റിൽ ജയിൽ തകർത്ത ആ ഒരു സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഇനി യുദ്ധകാല കമ്മ്യൂണിസവും എന്തുമായിട്ട് ബന്ധപ്പെട്ടയാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടയാണ്. ഓപ്ഷൻ സി ആണ് എന്ത്? ബാസ്റ്റിൻ ജയിലിന്റെ പതനമാണ് എന്തെന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി 13ാമത്തെ ചോദ്യം: 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏത്? നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഫിൻലൻഡ് ആണ് കേട്ടോ. ഫിൻലൻഡ് ആണ് 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം. ഇനി 2024 നേടിയ രാജ്യമാണ് സ്വീഡൻ. അതും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. 2023 ഫിൻലൻഡും 2024 സ്വീഡനുമാണ്. 14ാമത്തെ ചോദ്യം: ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ജെയിംസ് രണ്ടാമനാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇംഗ്ലണ്ടിലെ വിപ്ലവം എന്ന് പറയുന്നത് രക്തരഹിത വിപ്ലവമാണ് കേട്ടോ. മഹത്തായ വിപ്ലവത്തിന്റെ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ട്യൂഡർ രാജവംശമായിരുന്നു. അത് തെറ്റായ ഓപ്ഷനാണ്. 1215 ചാൾസ് ഒന്നാമൻ റെന്നിമീഡിൽ വെച്ച് മാഗ്ന കാർട്ട ഒപ്പുവെച്ചു. ചാൾസ് ഒന്നാമനല്ല, ജോൺ ആണ് 1215 ഒപ്പുവെച്ചത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അരങ്ങേറിയത് 1688 അത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. നമ്മുടെ ഓപ്ഷൻ തെറ്റുള്ളത് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 15ാമത്തെ ചോദ്യം: ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാം? അറിഞ്ഞിരിക്കണം, വില്യം 3, മേരി 2മാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 16ാമത്തെ ചോദ്യം: 2023 G7 ഉച്ചകോടി വേദി ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ന്യൂഡൽഹി, ജനീവ, ഹിരോഷിമ, ടോക്കിയോ. ഏതാണ്? ഹിരോഷിമയാണ്. ജപ്പാനിലെ ഹിരോഷിമയാണ് 2023 G7 ഉച്ചകോടി വേദി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ 2024 കൂടെ അറിഞ്ഞിരിക്കണം. ഏതാണ്? അപ്പൂലിയാണ്. ഇറ്റലിയിലെ അപ്പൂലിയാണ് എന്ന് പറയുന്നത് 2024 G7 ഉച്ചകോടി വേദി എന്ന് പറയുന്നത്. ഇനി G20 കൂടെ നിങ്ങൾ അറിഞ്ഞു വെക്കുക. 2023 G20 ഉച്ചകോടി വേദി ന്യൂഡൽഹിയാണ്, ഇന്ത്യയിലെ ന്യൂഡൽഹിയാണ്. 2024 G20 ഉച്ചകോടി വേദി എന്ന് പറയുന്നത് റിയോ ഡി ജനീറോ ആണ്, ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ്. ഈ ഒരു 4 കാര്യങ്ങൾ 2023 G7, 2024 G7, 2023 G20, 2024 G20 നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ചോദ്യം 17: ശരിയായവ കണ്ടെത്തുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഹെഡ്ക്വാർട്ടർ ആണ് ഹേഗ്, നെതർലൻഡ്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. UN സർവകലാശാലയുടെ ഹെഡ്ക്വാർട്ടർ ആണ് ടോക്കിയോ. യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടർ ജനീവ അല്ല കേട്ടോ, പാരീസ് ആണ്. ഫ്രാൻസിലെ പാരീസ് ആണ് യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടർ. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്.
ലോകാരോഗ്യ സംഘടന WHO ഹെഡ്ക്വാർട്ടർ ജനീവയാണ്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടാണ് വരേണ്ടത്. അപ്പൊ ഓപ്ഷൻ 1, 2 കറക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അറിയണം, ലോകാരോഗ്യ സംഘടനയുടെയും അതേപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെയും വ്യാപാര സംഘടനയുടെയും ഹെഡ്ക്വാർട്ടർ ഏതാണ്? ജനീവയാണ് കേട്ടോ. അതുകൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? 1, 2 അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 18ാമത്തെ ചോദ്യം, നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ചത് ആരാണ്? അറിഞ്ഞിരിക്കണം, മൊണ്ടസ്ക്യൂ ആണ് നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ചത്. 19ാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ അച്ചുതണ്ട് ശക്തികളിൽ പെടാത്ത രാഷ്ട്രം ഏതാണ്? ഇത് നമ്മുടെ 10ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററായ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അച്ചുതണ്ട് ശക്തികൾ ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ്. സഖ്യശക്തികൾ ഏതാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈനയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചോദ്യം എന്താണ്? അച്ചുതണ്ട് ശക്തികളിൽ പെടാത്തവരാണ്. അപ്പൊ ആരൊക്കെയാണ്? ജർമ്മനി പെടും, അതേപോലെ ഇറ്റലി പെടും, ജപ്പാൻ പെടും. അപ്പം പെടാത്തവരാണ് ഓപ്ഷൻ ബി, ഫ്രാൻസ് ആണ്. 20ാമത്തെ ചോദ്യം ഇതാണ്, ബോൺസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറിഞ്ഞിരിക്കണം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ത്? ബോൺസ്റ്റൺ ടീ പാർട്ടി. അപ്പം ഇത് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തുന്നതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോൺസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോൺസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന ഏകദേശം 342 പെട്ടി തേയില എന്ത് ചെയ്തു? കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനെയാണ് ഈ ബോൺസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത 21ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688 അല്ലെ? കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെ ഒരു ഓപ്ഷനിൽ കണ്ടതാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688 കറക്റ്റ് ആണ്. നെപ്പോളിയന്റെ പതനത്തിന് ഇടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818 തെറ്റാണ് കേട്ടോ. 1815 നെപ്പോളിയന്റെ പതനത്തിന് ഇടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. കറക്റ്റ് ആണ്. റഷ്യൻ വിപ്ലവം നടന്നത് 1917 കറക്റ്റ് ഓപ്ഷനാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് തെറ്റ്. 22ാമത്തെ ചോദ്യം, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? അറിഞ്ഞിരിക്കണം, ലൂയി 14 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് ചോദിച്ചത് ആരാണ്? മേരി അന്റോണിയറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതും കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. 23ാമത്തെ ചോദ്യം, താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ചില പ്രമുഖ ലോക സംഘടനകളെ സംബന്ധിച്ച ശരിയായി പൊരുത്തപ്പെടുന്ന വിശദാംശങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ദ ലീഗ് ഓഫ് നേഷൻസ്, വുഡ്രോ വിൽസൺ, വെർസൈൽസ് ഉടമ്പടിയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് കേട്ടോ. ദ യുണൈറ്റഡ് നേഷൻസ്, ഫ്രാങ്ക്ലിൻ ഡി റൂസെൽറ്റ്, ദ അറ്റ്ലാന്റിക് ചാർട്ടർ കറക്റ്റ് ആണ്. ദ കോമൺവെൽത്ത് ഓഫ് നേഷൻസ്, ആർതർ ജെയിംസ് ബാർഫോർ, സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ എന്നുള്ളത് കറക്റ്റ് ആണ്. അപ്പൊ മുകളിൽ പറഞ്ഞതെല്ലാം എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. 24ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നേരത്തെ നമ്മൾ കാണിച്ചൊരു കാര്യം തന്നെയാണ്. ഏതായിട്ടാണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടത് കേട്ടോ. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രാട്ടർണിറ്റി എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭവുമായി കണക്കാക്കപ്പെടുന്നതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ചോദ്യം 25, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള വസ്തുക്കൾ ഏതൊക്കെയെന്നാണ്. പുനഃസജ്ജീകരണവും പ്രീണനവും കറക്റ്റ് ഓപ്ഷനാണ്. മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം ഇതൊക്കെ എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളാണ്. മ്യൂണിക് കരാറും തീരുമാനങ്ങളും എന്താണ്? കറക്റ്റ് ഓപ്ഷനാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളാണ്. ഇറ്റാലിയൻ പോളിഷ് ഇടനാഴി ആക്രമണം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ല അല്ലെ. ജർമ്മനി പോളിഷ് ആക്രമണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അല്ലെ. ജർമ്മനിയും പോളണ്ടുമാണ്, ഇറ്റാലിയൻ പോളിഷ് അല്ല. അപ്പൊ 4ാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അപ്പൊ 1, 2, 3 ശരിയായ ഓപ്ഷൻസ്. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 26ാമത്തെ ചോദ്യം, 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടാണ്? ഫിലാഡൽഫിയയിലാണ് കേട്ടോ. അത് ഒന്നാമത്തേത് നടന്നതും ഫിലാഡൽഫിയ തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. 27ാമത്തെ ചോദ്യം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേരെന്താണ്?
ഓപ്ഷൻ ബി ആണ് കേട്ടോ. ബ്രസ്റ്റ് ലിറ്റോവസ്ക് ഉടമ്പടിയാണ് കേട്ടോ. 28ാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി റൂസോ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി 29ാമത്തെ ചോദ്യമാണ്, ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം അറിഞ്ഞിരിക്കണം. 1689. 1689 ആണ് ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം. ക്വസ്റ്റ്യൻ 30, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFന്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ എ ആണ് ക്രിസ്റ്റലീന ജോർജീവയാണ്. അപ്പൊ വാഷിംഗ്ടൺ DC ആണ് കേട്ടോ, യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ് IMFന്റെ ഹെഡ് ക്വാർട്ടർ കേട്ടോ. അതും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. വാഷിംഗ്ടൺ DC യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFന്റെ ഹെഡ് ക്വാർട്ടർ. ചോദ്യം 31, ബാസ്റ്റിലിന്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെ, ബാസ്റ്റിൽ ജയിലിന്റെ പതനം ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ കുറെ തവണ പറഞ്ഞാണ്. ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ചോദ്യം 32, താഴെ പറയുന്നവയിൽ ഏതാണ് 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്? സാർസസുകളുടെ ഏകാധിപത്യ ഭരണം റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ബോൺസ്റ്റൺ ടീ പാർട്ടി. ബോൺസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം കറക്റ്റ് ആണ് അല്ലെ, നമ്മുടെ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സ്റ്റാമ്പ് ആക്ട്. സ്റ്റാമ്പ് ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. 1765 ഈ ഒരു സ്റ്റാമ്പ് ആക്ട് കൊണ്ടുവന്നത്. ഇതെന്താണ്? അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ ബി ആണ്. ചോദ്യം 33, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ബി ആണ് ഗിൽബർട്ട് എഫ് കൊങ്കോയാണ്. 34ാമത്തെ ചോദ്യം, ടൗൺ മീറ്റിംഗ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് UNAയുടെ ഏത് സംഘടനയാണ്? അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ഡി ആണ് കേട്ടോ, പൊതുസമ്മേളനമാണ് കേട്ടോ. മീറ്റിംഗ് എന്ന് പറയുമ്പോൾ സമ്മേളനമായിരിക്കും അല്ലെ, പൊതുസമ്മേളനമാണ് ടൗൺ മീറ്റിംഗ് ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. അതായത് ജനറൽ അസംബ്ലി എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചോദ്യം 35, നിലവിലെ ആസിയാൻ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഡോക്ടർ കാവോ കിം ഹോൺ ആണ് ആസിയാൻ സെക്രട്ടറി ജനറൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചോദ്യം 36, താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ലോക ബാങ്ക് അജയ് ബെങ്കയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ അൽമാൻ ഡോസ് ആണ് കറക്റ്റ് ഓപ്ഷൻ ആണ്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ദിനേശ് ആണ്, അതും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. 3 ഓപ്ഷൻസും കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ചോദ്യം 37, വുഡ്രോ വിൽസൺ തയ്യാറാക്കിയ 14ലെ പരിപാടി ചർച്ച ചെയ്യാൻ പാരീസ് സമ്മേളനം ചേർന്ന വർഷം ഏതാണ്? 1919 ആണ് കേട്ടോ. 1919 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചോദ്യം 38, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത് ഏത് എന്നാണ് ഓപ്ഷൻ. ബോൺസ്റ്റൺ ടീ പാർട്ടി നമുക്കറിയാവുന്നതാണ്. ബോൺസ്റ്റൺ ടീ പാർട്ടി ആണ് അമേരിക്കൻ റവല്യൂഷൻ ആണ്. വിപ്ലവങ്ങളുടെ മാതാവ് നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് പറയാവുന്നതാണ്. സ്പെയിൻ പോർച്ചുഗൽ ആധിപത്യത്തിനെതിരായി, അത് തെറ്റാണ്. സൺയാറ്റ്സൺ ഏതാണ്? ചൈനീസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി വിപ്ലവങ്ങളുടെ മാതാവാണ് കറക്റ്റ്. ചോദ്യം 39, ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറിഞ്ഞിരിക്കണം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണത് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടേറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗീസുകാരനാണ്. ഓപ്ഷൻ സി ആണ്. ഇത്രയും ചോദ്യങ്ങളാണ് 2023 വേൾഡ് ഹിസ്റ്ററിയിൽ PSCക്ക് ചോദിച്ചത്. അപ്പൊ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.